ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓംലെറ്റ് ബിരിയാണിയാണ്. നമ്മൾ സാധാരണ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാറുള്ളതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഓംലെറ്റ് ബിരിയാണി. കാരണം എങ്ങനെ നോക്കിയാലും ബിരിയാണിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഓംലെറ്റ് ബിരിയാണിയാണ്. ടിഫിൻ ബോക്സിലേക്ക് നല്ലൊരു ഐറ്റമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ആദ്യം 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ. ഇപ്പോൾ പച്ചമുളക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണ് കൊടുക്കണമെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും കൂടി ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ഓംലെറ്റ് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ സാധാരണ പോലെ തന്നെ ഓംലെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓംലെറ്റ് ഉണ്ടാക്കാനും വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ നെയ്യ് ഉണ്ടായാലേ ബിരിയാണിയുടെ ഫ്ലേവർ വരുള്ളൂ. പിന്നെ അതിലേക്ക് സാധാരണ പോലെ ഏലം, പട്ട, ഗ്രാമ്പൂ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സവാളയാണ്. ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ വഴണ്ട് വരാനും പിന്നെ ബിരിയാണിയിൽ അതിങ്ങനെ വലുതായിട്ട് കാണാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തു, കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അരിയിലേക്കും എല്ലാം കൂടി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ്. അപ്പോൾ നമുക്കത് റൈസിൽ ഇങ്ങനെ കടിക്കാനൊന്നും കിട്ടൂല. ഇഞ്ചി ചതച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ അത് കടിക്കും. പിന്നെ ഒരു തക്കാളി, അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. അത് ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക, കാരണം ഒരു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അരിയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, വെജിറ്റബിൾസൊക്കെ. അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, എൻ്റെ അടുത്തില്ല. പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പുതിന ചേർത്തിട്ടില്ല. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തൈര് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് തൈര് ചേർക്കാം. ഞാൻ മുട്ടയുടെ കൂടെ ആയതുകൊണ്ട് തൈര് ചേർത്തിട്ടില്ല. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരും. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, എല്ലാം ഒന്ന് വേവണം, അത്രയേ ഉള്ളൂ. ഇനി അരിയുടെ കൂടെ കിടന്നിട്ടും വേവും. ഇനി നമ്മളിതിലേക്കുള്ള മസാലപ്പൊടികൾ: ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല. അപ്പോൾ ബിരിയാണി മസാല തന്നെ വേണമെന്നില്ല, ഇത് സാധാരണ ഗരം മസാലയാണ്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. എന്നാൽ പോലും നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗരം മസാലയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളമാണ്. ഞാനിതിപ്പോൾ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് 1.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് അരിയുടെ ഇരട്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ റൈസിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്.
ഒരു 1/4 സ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളി വഴറ്റുന്ന സമയത്ത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ച് വെക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ജീരകശാല അരിയാണ്, കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. വേറെ ഇതിലേക്ക് കാര്യമായിട്ടൊന്നും ചേർക്കാനൊന്നുമില്ല. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ച് ഇപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്താണ് നമ്മൾ ഓംലെറ്റ് ഇട്ട് കൊടുക്കുക. ഓംലെറ്റ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ കിടന്നങ്ങ് ഒരുമാതിരി ഒരു ഇതായി പോവും. അപ്പോൾ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കരുത്. എന്നാൽ കംപ്ലീറ്റ് വേവാവണതിൻ്റെ മുമ്പേ ഇടും കൂടി വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഓംലെറ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ റൈസിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഓംലെറ്റിലേക്കും ഓംലെറ്റിൻ്റെ ഫ്ലേവർ റൈസിലേക്കും ഒക്കെ ഒന്ന് ആവണം. എന്നാൽ വെള്ളത്തിൽ കിടന്നങ്ങ് അവിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഓംലെറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മുടെ അടിപൊളി ഓംലെറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മളെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ചിക്കനോ ബീഫോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്